അതെ. എന്നാൽ അവൾ ഒറിജിനലിന് പകരമായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് രക്തമാലയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും? ഉടായിപ്പിന്റെ ഹെഡ് മാസ്റ്റർ ആണല്ലോ അവള്. അതിന്റെ പഴുതുകളെല്ലാം ഞാൻ അടച്ചിട്ടുണ്ട്. രാജകൊട്ടാരവുമായി ബന്ധമുള്ള സ്വർണപ്പണിക്കാരെ തന്നെ ആ സമയത്ത് ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. ആ മണിമാല കാണുമ്പോ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അയാള് കണ്ടുപിടിക്കുമല്ലോ. അതേതായാലും ബുദ്ധിയായി. അതും പറഞ്ഞ് അവൾക്ക് നമ്മളെ ചതിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും റിസപ്ഷന്റെ കാര്യത്തില് നമ്മൾ വാക്ക് പാലിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നുന്നത് പോലെ അഭിനയിച്ചേക്കണം. അവൾക്കും നമ്മളോടൊരു വിശ്വാസമൊക്കെ വരട്ടെ. ഒരു കാര്യം മാത്രം ഭദ്രേട്ടൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് നരി ഒരിക്കലും അറിയരുത്. ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞ കൊട്ടാരത്തിലെ മണിമാല ഇവിടെ എത്തിക്കും എന്ന് അവൻ ഊഹിക്കും. അതോടുകൂടി ആ മണിമാല തട്ടിയെടുക്കാനുള്ള ശ്രമം അവൻ ആരംഭിക്കും. അവനെ നേരിടുക അത്ര എളുപ്പമല്ല. ഇടം വലം നോക്കാതെ എന്ത് കടുങ്കയും ചെയ്യുന്നവനാണ് ആ നരി. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്ന കാര്യം അവൻ അറിയരുത്. ഇല്ല, ഇങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് നരി ഒരിക്കലും അറിയില്ല. അറിയാൻ ഞാൻ അനുവദിക്കില്ല. എങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കും.